നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട വലിയ വലിയ വിഷയങ്ങളൊന്നും ഈ FCRA ഈ ബില്ലിൽ ഇല്ല എന്നർത്ഥം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ മതപുരോഹിതൻ പറഞ്ഞത് സത്യമാണ്. കണക്ക് ചോദിക്കുന്നു എന്നുള്ളത് അത് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ വിനിയോഗിച്ച കണക്ക്, പണം വിനിയോഗിച്ചത് എന്തിനാണെന്ന് വിശദമായ രേഖകൾ സർക്കാരിന് ഹാജരാക്കണം. അത് പറ്റില്ല എന്ന് പറഞ്ഞെന്നാൽ ഇത് വെള്ളരിക്കാപട്ടണമാണോ? ഏതാണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഒരു വെള്ളരിക്കാപട്ടണം പോലെ തന്നെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. അതാരും പരിശോധിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നില്ല. ഞങ്ങൾ തരുന്നത് അങ്ങോട്ട് അംഗീകരിച്ചു കൊള്ളണം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഇടപാടുകളും തട്ടിപ്പുകളുമൊക്കെ. അത് പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഈ മതത്തിൻ്റെ പേരിൽ ചിലർ ഉറഞ്ഞു തുള്ളുവാൻ കാരണം. ചുരുക്കി പറഞ്ഞാൽ കണക്കില്ലാത്തവരാണ് കരയേണ്ടി വരുന്നത് എന്നർത്ഥം. മറ്റൊന്ന്, വകമാറ്റി ചെലവഴിക്കുന്നവർ കുടുങ്ങും. അതാണ് മറ്റൊരു എതിർപ്പിൻ്റെ കാരണം. മൂന്നാമതൊന്ന് പറഞ്ഞെന്നാൽ നക്സലൈറ്റുകൾക്ക് പണം കൈമാറി കൊടുത്ത് അത് സേവനത്തിനാണെന്നോ വിദ്യാഭ്യാസത്തിനാണെന്നോ എന്ന വ്യാജേന നക്സലൈറ്റുകൾക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് സംഘർഷം സൃഷ്ടിക്കുന്ന ഏർപ്പാടിന് തടസ്സമുണ്ടാകും. ഇപ്പം മണിപ്പൂരിലും ആസാമിലും ഒക്കെ, അതുപോലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വർഷങ്ങളായി നിലനിൽക്കുന്ന, ഈ 2-3 കൊല്ലമായി നിരന്തരം നടക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം അത് നക്സലൈറ്റുകളും ചില മതലോബികളും ചേർന്ന് സംയുക്തമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് അവിടെ സംഘർഷം തടയാൻ കഴിയാത്തത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഭീകരവാദ സംഘടനകൾക്ക് പണം കൈമാറിയിരിക്കുന്നത്, ഇത്തരം ഏജൻസികളിൽ നിന്ന് പണം കൈമാറിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അത് തടയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. മതപരിവർത്തനത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് സേവന പ്രവർത്തനമാണെന്ന് കൊണ്ടുവന്ന് മതപരിവർത്തന ലോബികൾക്ക് പണം കൈമാറുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തടയാൻ പാടില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മതം മാറ്റും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. മതത്തിൻ്റെ പേര് പറഞ്ഞാലൊന്നും അത് വിലപ്പോവില്ല. മതത്തിൻ്റെ പേര് പറഞ്ഞെന്നാൽ ഇതുവരെ തൊടാൻ ആൾക്കാർക്ക് ഭയമായിരുന്നു, ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു. ഒന്ന്. രണ്ടാമത്, കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് ഭയമില്ല. അവരതിനു വേണ്ടിയാണല്ലോ വിദേശ ശക്തികൾക്കും വിദേശ ഏജൻസികൾക്കും വേണ്ടി അനേകം വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു ഭരണകൂടമായിരുന്നു കോൺഗ്രസ് ഭരണകൂടം. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ 50-100 കൊല്ലക്കാലം മതപരിവർത്തനവാദികൾക്ക് ആദ്യം അവർ മതപരിവർത്തന മിഷണറിമാരെ വളരെ കൂടുതൽ സഹായിച്ചിരുന്നു, ഈ കൊച്ചിയിൽ, കേരളത്തിലടക്കം. പക്ഷെ പിന്നീട് എന്തുണ്ടായി എന്ന് ചോദിച്ചെന്നാൽ മതപരിവർത്തനം നടക്കുന്നത് സംഘർഷത്തിന് കാരണമാകുന്നു.